നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന ഇൻഫോർമേഷനെ കൺഫേം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിന് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് കാണിക്കുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, നമ്മൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി നമ്മൾ മനുഷ്യന്മാർക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ്, നമ്മൾ ഓൾറെഡി ഒരു സാധനം പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ മൈൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ വേഗം നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് കാർ വാങ്ങാൻ വിചാരിച്ചു, ഒരു മോഡൽ കാർ വാങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അതേ മോഡലിലുള്ള ഇഷ്ടം പോലെ കാറുകൾ നമ്മൾ നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണമെന്ന് വിചാരിക്കാം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും, എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ, കളർ, പ്രിൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ക്വാളിറ്റി, ഇതൊക്കെ നമ്മൾ വേഗം നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്തെങ്കിലും ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു പൊട്ടൻഷ്യൽ കഥയിലെ കോൺവെർസേഷൻ ആയിക്കാണ്ട് നമുക്ക് തോന്നും. ഇതെന്താ സംഭവിച്ചാൽ നമ്മളൊരു സാധനം പ്രയോറിറ്റി ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കാണ്ട് ഈ യൂണിവേഴ്സ് നമുക്ക് ഡെലിവർ ചെയ്യല്ല, പകരം നമ്മൾ അതിനെ പ്രയോറിറ്റി ആക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും. അത്രേ ഉള്ളൂ. ആൻഡ് ഐ വിൽ ടെൽ യു ദ റീസൺ വൈ മാനിഫെസ്റ്റേഷൻ ഡസൻറ്റ് വർക്ക്. ജസ്റ്റ് ബിക്കോസ് യു തിങ്ക് അബൌട്ട് സംതിങ് ഡസൻറ്റ് മീൻ യു വിൽ ഗെറ്റ് ഇറ്റ്. നമ്മൾ ഒരു സാധനത്തിന് പ്രയോറിറ്റി ആക്കി കഴിഞ്ഞാൽ ശരിയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂസുകൾ, ഓപ്പർച്യൂണിറ്റീസ്, ഐഡിയാസ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്യും. ബട്ട് യു സ്റ്റിൽ ഹാവ് ടു ഡു ദ വർക്ക്.